ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കൊമേഴ്സ് രണ്ടാം വർഷത്തെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ഇതിൽ ആദ്യത്തെ 4 ചോദ്യങ്ങൾ നമുക്ക് ഒന്നിച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം. ഡിഫൈൻ ദ ടേം മോഡുലറൈസേഷൻ. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാം ഇൻടു സ്മോളർ സബ് പ്രോഗ്രാം ഈസ് കോൾഡ് ഡാഷ്. Then define the term function in C++. What are the advantages of modular programming? ഈ 4 ടോപ്പിക്കും കൂടി നമുക്ക് ഒന്നിച്ച് തിയറി ഏരിയ ആണ്, അത് നമുക്ക് ഒന്നിച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം. Let us see what is modularization. Dividing a large program into small sub-programs. ഒരു വലിയ പ്രോഗ്രാമിനെ ചെറിയ സബ് പ്രോഗ്രാമുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ മോഡുലറൈസേഷൻ. അങ്ങനെയുള്ള ഓരോ സബ് പ്രോഗ്രാമിനെയും നമുക്ക് വിളിക്കാവുന്ന പേരാണ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഫംഗ്ഷനെ മാത്രമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെഫിനിഷനാണ് ഇറ്റ്സ് എ സബ് പ്രോഗ്രാം വിച്ച് ഈസ് ദ പാർട്ട് ഓഫ് എ മെയിൻ പ്രോഗ്രാം. ഒരു മെയിൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സബ് പ്രോഗ്രാം. അതിൻ്റെ പ്രത്യേകത ഇറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് ഓൺലി വെൻ കോൾഡ് ഓർ ഇൻവോക്ഡ്. സ്വയം ഒരിക്കലും അത് പ്രവർത്തിക്കില്ല. ആ മെയിൻ പ്രോഗ്രാമിൽ നിന്ന് സബ് പ്രോഗ്രാമിനെ കോൾ ചെയ്താൽ അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്താൽ മാത്രമേ ഇത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇനി നമുക്കിതിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. മെറിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ്. റെഡ്യൂസ് സൈസ് ഓഫ് ദ പ്രോഗ്രാം, ലെസ് ചാൻസസ് ഓഫ് എറർ ഒക്കറൻസ്, റെഡ്യൂസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി, ദെൻ ഇംപ്രൂവ് റീയൂസബിലിറ്റി. പ്രോഗ്രാമിൻ്റെ സൈസ് കുറയ്ക്കാൻ കഴിയും. സൈസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എററിനുള്ള ചാൻസ് കുറയും, അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റിയും കുറയും. അവസാനത്തെ പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ടത്, ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. ഒരിക്കൽ നമ്മൾ ഉണ്ടാക്കിയ ഒരു ഫംഗ്ഷൻ പിന്നെ മറ്റ് പ്രോഗ്രാമുകളിൽ ഉപയോഗിക്കാനുള്ളൊരു അവസരം നമുക്കുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ തന്നെ പ്രോഗ്രാമിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ് SQRT. ഒരിക്കൽ C++ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫംഗ്ഷൻ നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് സ്വന്തമായി ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് അതിനെ നമുക്ക് ഈ രീതിയിൽ മാറ്റി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 4ാമത്തെ ക്വസ്റ്റ്യൻ വരെയുള്ള കാര്യങ്ങൾക്കാണ് ഇപ്പോൾ ആൻസർ പറഞ്ഞത്. ഇതിനകത്തെല്ലാം ഉണ്ട്. ഡിഫൈൻ ദ ടേം മോഡുലറൈസേഷൻ. രണ്ടാമത്തെ നോക്കുക, ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാം ഇൻടു സ്മോളർ സബ് പ്രോഗ്രാം ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. ഓക്കെ, പിന്നെ ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫംഗ്ഷൻ മോഡുലർ പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ഇതൊക്കെ മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് ഈ ഏരിയയിൽ നിന്ന് 5ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ഡാഷ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു append one string to another string in C++. ഫംഗ്ഷനുകൾ ഏതൊക്കെ ഫംഗ്ഷനുകൾ എന്തൊക്കെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നമുക്കൊരു 5-6 കാറ്റഗറിയിലെ ഫംഗ്ഷൻസ് പഠിക്കാനുണ്ട്. ആ ഫംഗ്ഷൻസ് മുഴുവനായിട്ട് പഠിച്ചു വെച്ചാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉത്തരം എഴുതാം. തൊട്ടടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഏതാണ്ട് ആ രീതിയിലൊരു ചോദ്യം തന്നെയാണ്. പിക്ക് ദ ഓഡ് വൺ ഔട്ട്. അതിൽ ഒറ്റപ്പെട്ടത് ഏത് ഒന്നുണ്ട്. അപ്പോൾ അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് ഒരു ചെറിയൊരു അവയർനെസ് ആദ്യം തരാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്ക് ഈ C++നകത്ത് നമുക്ക് കൊമേഴ്സിൽ പഠിക്കാനുള്ള വേരിയസ് ഫംഗ്ഷൻസ് ഒന്ന് പരിചയപ്പെടാം. കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ അതിൻ്റെ ഹെഡർ ഫയൽ CSTDI ആണ്. ഇങ്ങനെ പരിചയപ്പെടുത്താൻ കാരണം ഹെഡർ ഫയൽ വെച്ചുകൊണ്ടും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഗെറ്റ് കാർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ പർപ്പസ് ആണ് ഒരു ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യുക. അതുപോലെ പുട്ട് കാർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യുക. ഇതിന് പറയുന്ന പേര് കൺസോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്നാണ്. അതൊരു കാറ്റഗറിയാണ്. രണ്ടാമത്തെ സ്ട്രീം ഫംഗ്ഷനാണ്. അതിനകത്ത് 4 ഫംഗ്ഷൻസാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഗെറ്റ് ലൈന്, പുട്ട്, റൈറ്റ്. അതിൽ ഗെറ്റ് ലൈനും ഇൻപുട്ട് ഫംഗ്ഷൻസ് ആണ്. അത് ഗെറ്റ് ഉപയോഗിച്ചുകൊണ്ട് സ്ട്രിങ്ങോ അല്ലെങ്കിൽ ക്യാരക്ടറോ ഇൻപുട്ട് ചെയ്യാം. എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് നോക്കാം. ഗെറ്റ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാം. അതേപോലെ പുട്ട് ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാം. റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യാം. അത് ഉപയോഗിക്കുന്ന രീതികൾ ഈ 3ാമത്തെ കോളത്തിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് 2ാമത്തെ കാറ്റഗറിയിലുള്ള ഫംഗ്ഷൻ. ഇനി 3rd കാറ്റഗറി നോക്കാം. നമുക്ക് സ്ട്രിംഗ് ഫംഗ്ഷൻസ്. അതിൻ്റെ ഹെഡർ ഫയൽ പരിചയപ്പെടുത്തുന്നുണ്ട്. സ്ട്രിംഗ് ഫംഗ്ഷനിൽ വരുന്നത് strlen, ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ്. strcpy, ഒരു സ്ട്രിങ്ങിനെ മറ്റൊന്നിലേക്ക് കോപ്പി ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. സ്ട്രിങ്ങിൻ്റെ അസൈൻമെൻ്റ് ആണ് ആക്ച്വലി. നമുക്ക് സാധാരണ A = B എന്ന് വേരിയബിൾസിൻ്റെ കേസിൽ എഴുതാം. ഓർഡിനറി വേരിയബിൾസിൽ ബിയുടെ വാല്യൂ Aയിലേക്ക് സ്റ്റോർ ചെയ്യും. എന്നാൽ ഇവിടെ ഒരു സ്ട്രിങ്ങിനെ മറ്റൊന്നിലേക്ക് സ്റ്റോർ ചെയ്യണമെങ്കിൽ strcpy ഉപയോഗിക്കാൻ മാർഗമുള്ളൂ. strcat എന്ന് പറയുമ്പോൾ 2 സ്ട്രിങ്ങുകളെ ജോയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്ഷനാണ്. strcmp എന്ന് പറയുമ്പോൾ 2 സ്ട്രിങ്ങുകളെ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അത് ഈക്വൽ ആണെങ്കിൽ 2 സ്ട്രിങ്ങും ഈക്വൽ ആണെങ്കിൽ 0 എന്ന് പറയുന്ന റിസൾട്ടാണ് കിട്ടുക.
strcmpi ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ രണ്ട് സ്ട്രിങ്ങുകൾ കമ്പയർ ചെയ്യും. അത് കേസ് ഇഗ്നോർ ചെയ്തുകൊണ്ടാണ് കമ്പയർ ചെയ്യുക. അതായത് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും വേറെ വേറെ പരിഗണിക്കാതെ രണ്ടും ഒരേപോലെ പരിഗണിച്ചുകൊണ്ട് കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് strcmpi. അതിടക്കൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്ത കാറ്റഗറി ഫംഗ്ഷൻസ് പരിചയപ്പെടാം. മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. അതിനകത്ത് വരുന്നത് abs, sqrt, pow. abs എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ എന്ന് വെച്ചാൽ ഒരു നമ്പർ ഇപ്പോൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ നമ്മൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് abs of -5. അതിന് നമുക്ക് ഈ റിസൾട്ട് വരാൻ പോകുന്നത് 5 എന്നാണ്. അതുപോലെ sqrt, ഇറ്റ് റിട്ടേൺ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. sqrt of 64 എന്ന് പറയുമ്പോൾ കിട്ടാൻ പോകുന്നത് 8 ആണ്. പവർ, ഇറ്റ് റേസസ് എ നമ്പർ ടു എ പവർ. ഇപ്പോൾ 2⁻³ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഫംഗ്ഷനാണ് pow2,3. ഇതിന് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നു. അതിൻ്റെ ഹെഡർ ഫയൽ cmath. ഇനി അവസാനത്തെ കാറ്റഗറി പരിചയപ്പെടാം. ക്യാരക്ടർ ഫംഗ്ഷൻസ്. ക്യാരക്ടർ ഫംഗ്ഷൻ്റെ ഹെഡർ ഫയൽ cc ടൈപ്പാണ്. ഇതിൽ ആദ്യത്തെ രണ്ട് ഫംഗ്ഷൻ ടു അപ്പറും അതേപോലെ തന്നെ ടു ലോവറും, ഈ രണ്ട് ഫംഗ്ഷൻസ് ഉപയോഗിക്കുന്നത് കൺവേർഷന് വേണ്ടിയിട്ടാണ്. അതായത് ക്യാപിറ്റൽ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ടു അപ്പറും സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ടു ലോവറും. പിന്നെയുള്ള ഫംഗ്ഷൻസൊക്കെ ടെസ്റ്റിംഗ് ഫംഗ്ഷൻസ് ആണ്. അതായത് ഒരു ക്യാരക്ടർ അപ്പർ കേസ് ആണോ നോക്കാൻ നമുക്ക് ഈ സെപ്പർ ഉപയോഗിക്കാം. ഇത് ട്രൂ ആണെങ്കിൽ അത് അപ്പർ കേസ് ആണ്, വലിയ അക്ഷരമാണ്, അല്ലെങ്കിൽ വലിയ അക്ഷരമല്ല. അതേപോലെ തന്നെ ഓരോ ഫംഗ്ഷൻ ഈ സ്ലോവർ ആണെന്ന് പറയുമ്പോൾ ചെറിയ അക്ഷരമാണോ നോക്കുന്നത്, ഈ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ ഡിജിറ്റ് ആണോ നോക്കുന്നു, ഈ ALM എന്ന് പറയുമ്പോൾ ആൽഫബറ്റോ അല്ലെങ്കിൽ ന്യൂമറലോ ആണോ നോക്കുന്നു. ഇതിനോട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സാൽഫ ആണെങ്കിൽ അത് ആൽഫബറ്റ് ആണോ എന്ന് നോക്കുന്നു. ഓക്കെ, ഇത്രയും ഫംഗ്ഷൻസ് ആണ് ഇങ്ങനെ നമ്മുടെ കാറ്റഗറിയിലുള്ളത്. ക്യാരക്ടർ ഫംഗ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്, സ്ട്രിംഗ് ഫംഗ്ഷൻസ്, ദെൻ സ്ട്രീം ഫംഗ്ഷൻസ്, കൺസോൾ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഡാഷ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു അപ്പെൻഡ് വൺ സ്ട്രിംഗ് ടു അനദർ സ്ട്രിംഗ് ഇൻ C++. അതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ആൻസർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം. ആൻസർ ഈസ് strcat. ഇതാണ് ഒരു സ്ട്രിങ്ങിനെ വേറെ ഒന്നിലേക്ക് അപ്പെൻഡ് ചെയ്യാൻ മീൻസ് ജോയിൻ ചെയ്യുക, കോൺകാറ്റനേറ്റ് ചെയ്യുക. കോൺകാറ്റനേഷൻ എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഫംഗ്ഷനിലുണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞ ഫംഗ്ഷനകത്ത് ലിസ്റ്റ് ചെയ്ത ഫംഗ്ഷനകത്ത് ഈ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. രണ്ട് സ്ട്രിങ്ങുകളെ ജോയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. രണ്ടാമത്തത് പിക്ക് ദ ഓഡ് വൺ ഔട്ട്. pow ഉണ്ട്, abs ഉണ്ട്, strcpy ഉണ്ട്, sqrt ഉണ്ട്. ആലോചിച്ച് നോക്കിയേ ഏതാണ് ഇതിൽ ഓഡ് വൺ ഔട്ട്? തീർച്ചയായും അത് തന്നെയാണ് strcpy. എന്താ റീസൺ പറയുക? ഓൾ അതേഴ്സ് ആർ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ്. ഓഡ് വൺ ആണല്ലോ ചോദിച്ചിട്ടുള്ളത്, ബാക്കിയുള്ളതൊക്കെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. ഈ ഒരെണ്ണം സ്ട്രിംഗ് ഫംഗ്ഷനാണ്. strcpy എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് ഫംഗ്ഷനാണ്, ബാക്കിയുള്ളതൊക്കെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഏഴാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ഐഡൻറ്റിഫൈ ബിൽറ്റ് ഇൻ C++ ഫംഗ്ഷൻസ് ഫോർ ദ ഫോളോവിങ്. ഇപ്പോൾ പല ആവശ്യങ്ങൾക്കുള്ള ഫംഗ്ഷൻ ചോദിച്ചിട്ടുണ്ട്. അതിന് ഓരോ ഫംഗ്ഷന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, എന്ത് ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടതെന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യത്തെ കേസ് നോക്കാം. ഫസ്റ്റ് കേസ് ടു കൺവേർട്ട് -25 to 25. -25നെ 25 ആക്കുക. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു വെച്ചുള്ളൂ -5നെ 5 ആക്കുന്ന കേസ് അല്ലേ. abs എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഒരു പൂർണ്ണമായിട്ട് എഴുതണമെങ്കിൽ abs of -25 എന്ന് എഴുതണം. ദെൻ കമ്പയർ കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ ഇഗ്നോറിങ് കേസസ്. ഒന്ന് സ്മോൾ ലെറ്റർ ആണ്, ഒന്ന് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അത് കേസ് ഇഗ്നോർ ചെയ്തുകൊണ്ട് കമ്പയർ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കാണിക്കാം. strcmpi ആകുമ്പോൾ നമുക്കത് പിന്നെ രണ്ടും കൂടി കമ്പയർ ചെയ്യുന്നത് കേസ് ഇഗ്നോർ ചെയ്തുകൊണ്ട് ആയിരിക്കില്ല, കേസ് വേറെ വേറെ കാണിച്ചുകൊണ്ടായിരിക്കും നോക്കുക. ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ വേറെ വേറെ പരിഗണിക്കുക. പക്ഷെ അത് ഇഗ്നോർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് strcmpi ഉപയോഗിക്കണം. ടു ചെക്ക് ദ ഗിവൺ ക്യാരക്ടർ ഈസ് ഡിജിറ്റ് ഓർ നോട്ട്. ഒരു ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലേ എന്ന് നോക്കുക. ഈസ് ഡിജിറ്റ്. അപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ക്യാരക്ടർ ഫംഗ്ഷൻ്റെ കാറ്റഗറിയിൽ പെട്ട ഫംഗ്ഷനാണ്. ഈസ് ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ക്യാരക്ടർ കൊടുത്താൽ അത് ഡിജിറ്റ് ആണോ അല്ലേ എന്ന് പറയും. ഡിജിറ്റ് ആണെങ്കിൽ ട്രൂ ആണ്, അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കും. കൺവേർട്ട് b into b. എന്താ സംഭവിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ ബിനെ സ്മോൾ ലെറ്റർ ബി ആക്കിയിട്ട് മാറ്റുകയാണ്. അപ്പോൾ അവിടെ വരാൻ പോകുന്ന ഫംഗ്ഷൻ ടു ലോവർ ആണ്. ടു ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് വരിക. ദെൻ ടു ഫൈൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് 64 ഓർ എനി നമ്പർ. 64 അല്ലെങ്കിൽ ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് sqrt of 64. ഇവിടെയൊക്കെ ആക്ച്വലി ടു ലോവർ എന്ന് മാത്രം എഴുതിയാൽ പോരാ, ടു ലോവർ അത് ആ ക്യാരക്ടർ ബ്രാക്കറ്റിൽ കൊടുക്കണം. ഓക്കെ, ഇവിടെ ഈ എക്സാമ്പിൾ അതേപോലെ strcmpi എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് സ്ട്രിങ്ങുകൾ നമ്മൾ കൊടുക്കണം. രണ്ട് സ്ട്രിങ്ങുകൾ ഏതൊക്കെയാണ്? ഒന്ന് കമ്പ്യൂട്ടർ സ്മോൾ ലെറ്റർ, രണ്ടാമത്തത് കമ്പ്യൂട്ടർ ക്യാപിറ്റൽ ലെറ്റർ. ആ രണ്ട് സ്ട്രിങ്ങുകൾ നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആൻസർ പൂർണ്ണമാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 8th ക്വസ്റ്റ്യൻ.
പിക്ക് ദ ക്യാരക്ടർ ഫംഗ്ഷൻ ഫ്രം ദ ഫോളോവിങ്. ഈ പറയുന്നതിൽ നിന്ന് ക്യാരക്ടർ ഫംഗ്ഷൻ ഏതാണ് തിരഞ്ഞെടുക്കുക, അതാണ് അടുത്ത ചോദ്യം. ഇതിലേതാണ് ക്യാരക്ടർ ഫംഗ്ഷൻ? അടുത്തത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. ഈസ് ഡിജിറ്റ് ഒരു ക്യാരക്ടർ ഫംഗ്ഷനാണ്. strcpy ഒരു സ്ട്രിംഗ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഈസ് ഡിജിറ്റ് ആണ്. ഇതാണ് ക്യാരക്ടർ ഫംഗ്ഷൻ ഉള്ളത്. ആദ്യത്തത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ്. ഇനി നമുക്ക് 9ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 9ാമത്തെ ചോദ്യത്തിൽ റൈറ്റ് ദ നെയിം ഓഫ് ഹെഡർ ഫയൽസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫോളോവിങ്. ഇനി ഇത് ഏത് ഹെഡർ ഫയലാണ് ഇതിൽ ഉള്ളതെന്ന് ചോദിക്കുന്നത്. ചോദ്യത്തിൽ ഏത് ഹെഡർ ഫയലാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഈ ഫംഗ്ഷൻസിന്. ഈ സ്ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏത് ഹെഡർ ഫയൽ ഉപയോഗിക്കേണ്ടി വരും. അതുപോലെ തന്നെ strlen എന്ന് പറയുന്ന ഏത് ഹെഡർ ഫയൽ ഉപയോഗിക്കേണ്ടി വരും. നേരത്തെ ഫംഗ്ഷൻ പരിചയപ്പെടുത്തിയ സമയത്ത് ഓരോന്നിൻ്റെ ഹെഡർ ഫയലും കൂടിയാണ് ചേർത്ത് പരിചയപ്പെടുത്തിയത്. ഈ സ്ലോവർ ഒരു ക്യാരക്ടർ ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് CC ടൈപ്പാണ് ഹെഡർ ഫയൽ. അതുപോലെ strlen എന്ന് പറയുന്നൊരു സ്ട്രിംഗ് ഫംഗ്ഷനാണ്. അതിൻ്റെ ഹെഡർ ഫയൽ C സ്ട്രിംഗ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗീവ് ഡെഫിനിഷൻ ഫോർ ദ ഫംഗ്ഷൻ പ്രോഡക്റ്റ് ദാറ്റ് ആക്സെപ്റ്റ്സ് 2 ഇൻറ്റീജർ വാല്യൂസ് ആൻഡ് റിട്ടേൺസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഗിവൺ വാല്യൂസ് യൂസിങ് C++. ഇവിടെ നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാനാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ 9ാമത്തെ ചോദ്യം വരെ കണ്ടത് ലൈബ്രറി ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസ് ആണ്. ഇനി ഇവിടെ അങ്ങോട്ട് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനെ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാം. ഇവിടെ ഫംഗ്ഷൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫംഗ്ഷന് പറഞ്ഞിരിക്കുന്ന പേര് പ്രോഡക്റ്റ് എന്നാണ്. എന്താണ് ഫംഗ്ഷൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ആക്സെപ്റ്റ്സ് 2 ഇൻറ്റീജർ വാല്യൂസ്. 2 ഇൻറ്റീജർ വാല്യൂ ഈ ഫംഗ്ഷൻ അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് തിരിച്ചിങ്ങോട്ട് തരണം. അതിനുള്ള ഫംഗ്ഷനാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നതിൻ്റെ സിൻടാക്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് ഫംഗ്ഷൻ ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിനുള്ള സിൻടാക്സ്. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഇതാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിനുള്ള സിൻടാക്സ്. ആ മുകളിലത്തെ വരി നോക്കണ്ട, ഞാനിപ്പോൾ മാർക്ക് ചെയ്ത ലൈൻ നോക്കിയാൽ മതി. ആദ്യം ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടത് റിട്ടേൺ ഡാറ്റ ടൈപ്പാണ്. എന്ത് തരം റിസൾട്ടാണ് ഈ ഫംഗ്ഷനിൽ കിട്ടുക അത് ആദ്യം പറയണം. പിന്നെ പറയേണ്ടത് ഫംഗ്ഷൻ്റെ പേരാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻപുട്ട്, ഒരു ഫംഗ്ഷനിൽ കൊടുക്കുന്ന ഇൻപുട്ടുകളെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ ആർഗ്യുമെൻറ്റുകൾ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, 3 കാര്യങ്ങൾ. 1 റിട്ടേൺ ടൈപ്പ് വാല്യൂൻ്റെ ടൈപ്പ്, 2 ഫംഗ്ഷൻ്റെ പേര്, 3 അതിൻ്റെ ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്പ്. ഇപ്പോൾ ഇവിടെ റിട്ടേൺ ഡാറ്റ ടൈപ്പിനോട് ഉപയോഗിക്കാൻ പറ്റുന്നത് INT ഉപയോഗിക്കാം, ഫ്ലോട്ട് ഉപയോഗിക്കാം, ഡബിൾ ഉപയോഗിക്കാം, ക്യാരക്ടർ ഉപയോഗിക്കാം, വോയിഡ് ഉപയോഗിക്കാം. വോയിഡ് ഉപയോഗിക്കേണ്ട എപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് റിട്ടേൺ വാല്യൂ ഇല്ലാത്ത സമയങ്ങളിൽ. ഒരു ഫംഗ്ഷൻ റിട്ടേൺ വാല്യൂ ഇല്ലാത്ത ഫംഗ്ഷൻ ആണെങ്കിൽ അത്തരം ഫംഗ്ഷൻസിനെ സൂചിപ്പിക്കാനാണ് വോയിഡ് ഉപയോഗിക്കുക. ആർഗ്യുമെൻറ്റുകളുടെ ഡാറ്റ ടൈപ്പ് INT, ഫ്ലോട്ടോ, ഡബിളോ, ക്യാരക്ടറോ ആവാം. സിമ്പിളായിട്ടുള്ളത് മതി, നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ അത്രയും മതി. ദെൻ ഇവിടെയാണ് ഫംഗ്ഷൻ ബോഡി. ഫംഗ്ഷൻ ബോഡി എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഫംഗ്ഷനിൽ ചെയ്യാനുള്ള കാര്യം, അതിനുള്ള കമാൻഡ്സ് ഇവിടെ കൊടുക്കുക. പിന്നെ റിസൾട്ട് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണെങ്കിൽ റിട്ടേൺ എന്താണോ റിട്ടേൺ വാല്യൂ അതും കൊടുക്കുക. ഇപ്പോൾ നമ്മളോട് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞ ഫംഗ്ഷൻ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആ ഫംഗ്ഷൻ ഇവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മോട് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ 2 നമ്പറുകളുടെ പ്രൊഡക്റ്റ് കിട്ടാനുള്ള ഫംഗ്ഷൻ ആണല്ലോ. അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻറ്റിജർ ആയിരിക്കും. 2 ഇൻറ്റിജേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ അത് റിട്ടേൺ ഡാറ്റ ടൈപ്പ് പറയാം INT. ദെൻ ഇനി പറയേണ്ടത് ആ ഫംഗ്ഷൻ്റെ പേരാണ്. ക്വസ്റ്റ്യനിലുണ്ട് പ്രോഡക്റ്റ്. ദെൻ സ്റ്റാർട്ട് എ ബ്രാക്കറ്റ്. ഇതിനുള്ളിലാണ് നമ്മൾ ആർഗ്യുമെൻറ്റുകൾ ഡിഫൈൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മുകളിലേക്ക് ഈ സിൻടാക്സും കൂടി ഒന്ന് നോക്കാം. നേരത്തെ ഹൈലൈറ്റ് ചെയ്ത സിൻടാക്സും കൂടി ഒന്ന് നോക്കാം. ഇനി പറയേണ്ടത് INT ഫസ്റ്റ് വാല്യൂ A, സെക്കൻഡ് വാല്യൂ B. INT A, INT B. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണ് INT P. ഇനി ആ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സിമ്പിളാണ്. P = A × B. ഇതാണ് നമ്മൾ ഈ ഫംഗ്ഷനിൽ ചെയ്യേണ്ടത്. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സിനാണ് ഫംഗ്ഷൻ ബോഡി എന്ന് പറയുന്നത്. ഇനി നമുക്ക് റിസൾട്ട് റിട്ടേൺ ചെയ്യണം. അതിന് റിട്ടേൺ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കാം. റിട്ടേൺ ആ റിസൾട്ട് എവിടെയുള്ളത് വെച്ചാൽ ആ വേരിയബിൾ കൊടുക്കുക. P എന്ന് പറഞ്ഞ വേരിയബിളിലാണ് റിസൾട്ട് ഉള്ളത്. ആ വേരിയബിളിൻ്റെ പേര് കൊടുക്കുക. കഴിഞ്ഞു. ഈ ഫംഗ്ഷൻ ക്ലോസ് ആയി. ഓക്കെ, ഈ ഫംഗ്ഷൻ ഒരിക്കലും സ്വയം പ്രവർത്തിക്കില്ല. ഈ ഫംഗ്ഷനെ കോൾ ചെയ്താൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. അത് എങ്ങനെ കോൾ ചെയ്യാൻ നോക്കാം. അപ്പം നമുക്ക് 2 നമ്പറിൻ്റെ പ്രൊഡക്റ്റ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് കോൾ ചെയ്യാം. cout ഡബിൾ ലെസ് ദാൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുക. എനിക്ക് വേണ്ട 2 നമ്പറുകളാണ് കൊടുക്കുക 5, 6. ഇതിൻ്റെ മീനിങ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 5 എന്ന് പറയുന്ന വാല്യൂ ഈ Aയിലേക്കും 6 എന്ന് പറയുന്ന വാല്യൂ ഈ Bയിലേക്കും സ്റ്റോർ ആവും. എന്നിട്ട് ഇവിടുന്ന് അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കും. ആദ്യം 5 എന്ന് പറയുന്ന വാല്യൂ Aയിലേക്ക് സ്റ്റോർ ആവും. 6 എന്ന് പറയുന്ന വാല്യൂ Bയിലേക്ക് സ്റ്റോർ ചെയ്യും. അതിനുശേഷം P = A × B എന്ന് പറയുമ്പോൾ 5 × 6 മൾട്ടിപ്ലൈ ചെയ്തിട്ട് 30 കിട്ടും. റിട്ടേൺ P എന്ന് പറയുമ്പോൾ ആ 30 തിരിച്ച് ഇങ്ങോട്ട് വരും. ആ 30നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ വേറെ 1-2 കാര്യങ്ങൾ പരിചയപ്പെടാം. ഒന്ന് ഫോർമൽ ആർഗ്യുമെൻറ്റും 2 ആക്ച്വൽ ആർഗ്യുമെൻറ്റും.
ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് അതിന് ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റ്സ് ഇതാ. അപ്പോൾ നമ്മുടെ ഈ കേസിൽ ഈ പറയുന്ന 2 ആർഗ്യുമെൻറ്റ്സ്, ഇപ്പോൾ ഞാനിങ്ങനെ വരച്ചിട്ടുള്ള 2 ആർഗ്യുമെൻറ്റ്സ്, ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സിനെ വിളിക്കുന്ന പേരാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്. ഇനി ആ ഫംഗ്ഷൻ നമ്മൾ കോൾ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ആർഗ്യുമെൻറ്റ്സ് ഉണ്ടല്ലോ, അവിടെ കൊടുത്ത 5, അതേപോലെ അവിടെ കൊടുത്ത 6, ഈ 2 ആർഗ്യുമെൻറ്റുകൾ വിളിക്കുന്ന പേരാണ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ഫോർമൽ ആർഗ്യുമെൻറ്റും ആക്ച്വൽ ആർഗ്യുമെൻറ്റും. എന്താ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഡെഫിനിഷൻ? It is the variable used in the definition of a function as argument. Actual argument definition: it is the argument used in function call statement. ഒരു ഫംഗ്ഷൻ കോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻ്റ് ആണ് ആക്ച്വൽ. ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻ്റ് ആണ് ഫോർമൽ. അപ്പോൾ ഇത് ഫംഗ്ഷൻ കോളാണ്. ഈ പ്രൊഡക്റ്റ് ഓഫ് 5,6 എന്നിപ്പോൾ ഞാൻ അണ്ടർലൈൻ ചെയ്ത ഇത് ഫംഗ്ഷൻ കോളാണ്. അതിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻറ്റ്സ് ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഇത് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആർഗ്യുമെൻറ്റുകൾ ഫോർമൽ ആർഗ്യുമെൻറ്റുകളുമാണ്. ഇനി ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി നമുക്കിവിടെ തന്നെ ജസ്റ്റ് ഒന്ന് പഠിക്കാം. പ്രോട്ടോടൈപ്പ്. ഒരു ഫംഗ്ഷൻ്റെ ഡിക്ലറേഷനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോടൈപ്പ്. ഡിക്ലറേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് പ്രോട്ടോടൈപ്പ്. അതിൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഒന്ന് റിട്ടേൺ ഡാറ്റ ടൈപ്പ്, പിന്നെ കീവേഡ്, പിന്നെ ഫംഗ്ഷൻ്റെ പേര്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതൊക്കെയാണോ ആർഗ്യുമെൻ്റ് അതിൻ്റെ ടൈപ്പ്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഫംഗ്ഷൻ, ഇവിടെ ഒരു ഫംഗ്ഷൻ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയ ഫംഗ്ഷന് ഇപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ടാക്കിയല്ലോ, അതിൻ്റെ പ്രോട്ടോടൈപ്പ് വരില്ല ഇങ്ങനെയാണ്. ആദ്യം റിട്ടേൺ ഡാറ്റ ടൈപ്പ് INT, അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ്റെ പേര് പ്രൊഡക്റ്റ്, അത് കഴിഞ്ഞ് ബ്രാക്കറ്റിനുള്ളിൽ ആർഗ്യുമെൻ്റ് ടൈപ്പ് മാത്രം, വേരിയബിൾ വേണ്ട, INT, INT, പിന്നെ ഒരു സെമിക്കോളൻ ഉപയോഗിക്കാൻ മറക്കുകയും ചെയ്യരുത്. ഓക്കെ, ഇതാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് 13ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. കൺസിഡർ ദ ഫോളോവിങ് C++ ഫംഗ്ഷൻ ഡെഫിനിഷൻ: INT sum, INT A, INT B = 10, INT C = 0. ഇതിനകത്ത് ഇപ്പോൾ കാണുന്ന ഈ വാല്യൂസ് B = 10 എന്ന് പറയുന്ന ഈ വാല്യൂ, അതുപോലെ C = 0 എന്ന് പറയുന്ന ഈ വാല്യൂ തൽക്കാലം പരിഗണിക്കേണ്ട, അതിനെപ്പറ്റി പറയാം. ദെൻ 3 ആർഗ്യുമെൻ്റ് ഉള്ള ഫംഗ്ഷനാണ്. ഇതിനകത്ത് 3 ആർഗ്യുമെൻറ്റ്സ് ഉള്ള ഫംഗ്ഷനാണ്. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. അതിനകത്ത് ബോഡി നോക്കാം. INT D, D = A + B + C, Aയും Bയും Cയും കൂട്ടാണ്. റിട്ടേൺ D എന്ന് പറയുമ്പോൾ വാല്യൂ തിരിച്ചു വരും. ഇതാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് വാല്യൂ ഓഫ് X ഇൻ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. X is equal to sum of 1, 2, 3 സെമിക്കോളൻ. ഇവിടെ സംഭവിക്കുന്നത് എന്താ നോക്കാം. ഈ 1 എന്ന് പറയുന്ന വാല്യൂ എയിലേക്കും 2 എന്ന് പറയുന്ന വാല്യൂ ബിയിലേക്കും 3 എന്ന് പറയുന്ന വാല്യൂ സിയിലേക്കും സ്റ്റോർ ആകും. എന്നിട്ട് X is equal to sum of 1, 2, 3 എന്ന് പറയുമ്പോൾ 1 + 2 + 3 that is 6. Xൻ്റെ റിസൾട്ട് 6 ആണ് വരിക. ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. X is equal to 6 ആണ് അതിൻ്റെ റിസൾട്ട് വരിക. ഈ രണ്ടാമത്തെ നോക്കാം. X is equal to sum of 1, 2. ഈ ഒരു കേസിൽ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ എയിലേക്ക് 1 എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്യും, ബിയിലേക്ക് 2 എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്യും. ദർ ഇസ് നോ വാല്യൂ ഫോർ സി. ഈ തേർഡ് ആർഗ്യുമെൻറ്റിന് വാല്യൂ ഒന്നുമില്ല. സി എന്ന് പറയുന്ന ഈ ആർഗ്യുമെൻറ്റ് പരിഗണിക്കുകയാണെങ്കിൽ അതിനിപ്പോൾ വാല്യൂസ് ഒന്നും വന്നിട്ടില്ല. ഇവിടെ 2 വാല്യൂ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ എയിലേക്കുള്ളതും ബിയിലേക്കുള്ള വാല്യൂ മാത്രമേ ഉള്ളൂ. അത്തരം ഒരു കേസിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സിയുടെ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് ആബ്സെൻസിൽ അതിൻ്റെ ഡിഫോൾട്ട് വാല്യൂ ആയ ഈ 0 യൂസ് ചെയ്യും. ഇത്തരം ആർഗ്യുമെൻറ്റുകളെയാണ് ഡിഫോൾട്ട് ആർഗ്യുമെൻ്റ് എന്ന് സാധാരണ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് 1 + 2 + 0 അതാണ് അതിൻ്റെ റിസൾട്ട് വരിക. 1 + 2 + 0 അതാണ് റിസൾട്ട് വരിക. അപ്പോൾ 1 + 2 3 + 0 എന്ന് പറയുമ്പോൾ 3. സോ ഹിയർ X വിൽ ബി X is equal to 3. ഇനി മൂന്നാമത്തെ കേസ് നോക്കാം. X is equal to sum of 1. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നിങ്ങളൊന്ന് അറിയിച്ച് നോക്കിയാൽ മതി. ഇപ്പം ഒരു ആർഗ്യുമെൻറ്റ് മാത്രമേ ഉള്ളൂ, ഒറ്റ ആർഗ്യുമെൻറ്റ്, ഒരേ ഒരു ആർഗ്യുമെൻ്റ് ഉള്ളൂ. അപ്പോൾ ബിയിലേക്കും വാല്യൂ ഇല്ല, സിയിലേക്കും വാല്യൂ ഇല്ല. അപ്പോൾ ബിയുടെയും സിയുടെയും കേസിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂ യൂസ് ചെയ്യും. എന്താണോ ഡിഫോൾട്ട് വാല്യൂ അത് യൂസ് ചെയ്യും ബിയുടെയും സിയുടെയും കേസിൽ. അപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ A 1 ആവും, B 10 ആവും, C 0 ആവും. 1 + 10 + 0 അപ്പോൾ 11 ആണ് റിസൾട്ട് വരിക. സോ ഇൻ ദിസ് എക്സാമ്പിൾ, ഇൻ ദ തേർഡ് കേസ് X is equal to 11. ഇതാണ് നമുക്ക് ആദ്യം ഉത്തരം എഴുതേണ്ട 3 ചോദ്യങ്ങൾ. അപ്പോൾ ഇതിനകത്തൊക്കെ ഓരോ മാർക്കായിരിക്കും. 5 മാർക്കിൻ്റെ ചോദ്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. എക്സ്പ്ലെയിൻ സ്പെഷ്യാലിറ്റി ഓഫ് ദ എബോവ് ഫംഗ്ഷൻ. ഇതാണ് അവസാനത്തെ ചോദ്യം. അപ്പോൾ ഇവിടെ ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസിങ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്. അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഓക്കെ, ഇറ്റ് ഈസ് ഹാവിങ് ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് A and B. A and B അല്ല, B and C. ബിയും സിയും അതിൻ്റെ ഡിഫോൾട്ട് ആർഗ്യുമെൻറ്റ്സ് ആണ്. ഓക്കെ, ദ ഡിഫോൾട്ട് വാല്യൂ വിൽ ബി യൂസ്ഡ്. അതാണ് എന്താണ് സെൻസർ എഴുതേണ്ടത്. ഡിഫോൾട്ട് വാല്യൂ വിൽ ബി യൂസ്ഡ് when value of A or B is missing. എയുടെയോ ബിയുടെയോ വാല്യൂ ഫംഗ്ഷൻ കോളിൽ മിസ്സിംഗ് ആണെങ്കിൽ ആ ഡിഫോൾട്ട് വാല്യൂ യൂസ് ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇതാണ്
ഡിഫോൾട്ട് വാല്യൂ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ദ വേരിയബിൾസ് യൂസ്ഡ് ഇൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആസ് ആർഗ്യുമെന്റ്സ് ആർ നോൺ ആസ് ഡാഷ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ്റെ ഒരു എക്സാമ്പിൾ പ്രൊഡക്റ്റ് ഫംഗ്ഷൻ ഉണ്ടാക്കിയ സമയത്ത് ഇതിനെ പരിചയപ്പെടുത്തിയിരുന്നു. ഫംഗ്ഷൻ്റെ ഡെഫിനിഷനിൽ ഉപയോഗിക്കുന്ന വേരിയബിളുകളെ ഫോർമൽ ആർഗ്യുമെൻറ്റ് എന്ന് പറയും. ഫോർമൽ ആർഗ്യുമെൻറ്റ്. ഫംഗ്ഷൻ കോളിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ ആക്ച്വൽ ആർഗ്യുമെൻറ്റ് എന്ന് പറയും. ഇനി ഉള്ള ചോദ്യം, അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ്. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതിനുള്ള രണ്ട് മെത്തേഡുകളാണ് കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. യഥാർത്ഥത്തിൽ കോൾ ചെയ്യുന്നതിനല്ല, ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിനുള്ള രണ്ട് മെത്തേഡ്സാണ്. കോൾ ചെയ്യുന്ന ആളുകൾ സാധാരണ പോലെ തന്നെ കോൾ ചെയ്യുക, എന്നും കോൾ ചെയ്യുന്ന പോലെ തന്നെയാണ് കോൾ ചെയ്യുക. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതിനുള്ള രണ്ട് മെത്തേഡ്സാണ് കോൾ ബൈ റെഫറൻസും കോൾ ബൈ വാല്യൂ. നമ്മൾ നേരത്തെ ഫോർമൽ ആർഗ്യുമെൻറ്റും ആക്ച്വൽ ആർഗ്യുമെൻറ്റും പരിചയപ്പെട്ടിട്ടുണ്ട്. ഫോർമൽ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ, ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് കോപ്പി ചെയ്ത് യൂസ് ചെയ്യുന്ന സംവിധാനമാണ് കോൾ ബൈ വാല്യൂ. കോൾ ബൈ വാല്യൂ എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ ഫോർമൽ ആർഗ്യുമെൻറ്റിലേക്ക് കോപ്പി ചെയ്യും. എന്നിട്ട് അവിടുന്ന് ആ ഫംഗ്ഷൻ്റെ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അതിന് സെപ്പറേറ്റ് മെമ്മറിയാണ്. അതുകൊണ്ട് തന്നെ ഫോർമൽ ആർഗ്യുമെൻറ്റിൽ വരുത്തുന്ന ഒരു ചേഞ്ചും ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. രണ്ടാമത്തത് കോൾ ബൈ റെഫറൻസ് ആണ്. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഫോർമൽ ആർഗ്യുമെൻറ്റും ആക്ച്വൽ ആർഗ്യുമെൻറ്റും ഒരേ മെമ്മറി തന്നെയാണ് യൂസ് ചെയ്യുക. വേറെ എക്സ്ട്രാ വേരിയബിൾ ഉണ്ടാവില്ല. സെയിം മെമ്മറി ലൊക്കേഷൻ തന്നെ ഫോർമൽ ആർഗ്യുമെൻറ്റ് ഉപയോഗിക്കും. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അത് ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ ബാധിച്ചിരിക്കും. അതാണ് തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇതിന് അത് കൂടാതെയും കുറച്ച് ഡിഫറൻസുകളുണ്ട്. അപ്പോൾ നമുക്കൊരു ചാർട്ടായിട്ട് എന്നോട് പരിചയപ്പെടാം. ഫോർമൽ ആർഗ്യുമെൻറ്റും ആക്ച്വൽ ആർഗ്യുമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഒരു ചാർട്ടായിട്ട് തന്നെ പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് വൺ കോൾ ബൈ വാല്യൂലാണെങ്കിൽ ഫോർമൽ ആർഗ്യുമെൻറ്റ് വേരിയബിൾസ് ആർ ഓർഡിനറി വേരിയബിൾസ്. ഫോർമൽ ആർഗ്യുമെൻറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അതിലുള്ള വേരിയബിൾസ് സാധാരണ വേരിയബിൾസ് ആണ്. എന്നാൽ ഫോർമൽ ആർഗ്യുമെൻറ്റ് വേരിയബിൾസ് ഇൻ കോൾ ബൈ റെഫറൻസ് ആർ റെഫറൻസ് വേരിയബിൾ. അപ്പോൾ എന്താ വ്യത്യാസം എന്നുള്ളത് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പോൾ സം എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഞാൻ ഉണ്ടാക്കുകയാണ്, INT സം. അപ്പോൾ അതിന് രണ്ട് ആർഗ്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ INT A, INT B. ഇങ്ങനെയാണ് നമ്മൾ താഴത്തേക്ക് കൊണ്ടുവരാൻ മൊത്തത്തിൽ INT A, INT B. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ രീതിയിലുള്ള ഓർഡിനറി വേരിയബിൾസ്. ഇവിടെ എയും ബിയും ഓർഡിനറിയാണ്. ഇവിടെ ഞാൻ ഇപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന A എന്ന് പറഞ്ഞ വേരിയബിളും B എന്ന് പറഞ്ഞ വേരിയബിളും ഓർഡിനറിയാണ്. ഇനി അത് പിന്നെ കോൾ ബൈ റെഫറൻസിൽ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. കോൾ ബൈ റെഫറൻസിൽ വരുമ്പോൾ അവിടെ പറഞ്ഞ തന്നെ റെഫറൻസ് വേരിയബിൾ ആണെന്നാണ്. അപ്പോൾ എന്താ റെഫറൻസ് വേരിയബിൾ നമുക്ക് കാണാം, INT സം. റെഫറൻസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിൻ്റെ പേരിൻ്റെ മുന്നേ ഒരു ആംപർസാൻഡ് സൈൻ കൊടുക്കുക. INT ആംപർസാൻഡ് A, INT ആംപർസാൻഡ് B. ഈ വ്യത്യാസം മാത്രമാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെയാണ് ഫംഗ്ഷൻ വരിക. ഫംഗ്ഷൻ്റെ ബോഡിയിൽ വ്യത്യാസം ഉണ്ടാവില്ല, റിട്ടേണിൽ വ്യത്യാസം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു വ്യത്യാസമാണ് ഫംഗ്ഷൻ പിന്നെ ഡിഫൈൻ ചെയ്യുന്ന സ്ഥലത്ത് വരിക. ഒന്നിൽ റെഫറൻസ് വേരിയബിൾ ഉപയോഗിക്കും, മറ്റേതിൽ സാധാരണ വേരിയബിൾ ഉപയോഗിക്കും. ഇനി രണ്ടാമത്തെ നോക്കാം. ആക്ച്വൽ പാരാമീറ്റേഴ്സ് ക്യാൻ കോൺസ്റ്റൻറ്റ് ഓർ വേരിയബിൾസ് ഓർ എക്സ്പ്രഷൻസ്. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ ഇതിൽ തന്നെ എക്സാമ്പിൾ കാണിക്കുക. അപ്പം 3 4 സം കണ്ടുപിടിക്കണമെങ്കിൽ സം 3,4 എന്ന് നമുക്ക് കോൾ ചെയ്യാം. ഇനി എയുടെയും ബിയുടെയും സം കണ്ടുപിടിക്കണമെങ്കിൽ സം A, B എന്ന് കോൾ ചെയ്യാം. അതിന് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇനി കൺഫ്യൂഷൻ വേണ്ട. എക്സിൻ്റെയും വൈൻ്റെയും സം കണ്ടുപിടിക്കാനാണെങ്കിൽ X, Y എന്ന് കോൾ ചെയ്യാം. എന്നാൽ ഇവിടെ ആദ്യം പറഞ്ഞ സം 3,4 എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനത്തെ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ആക്ച്വൽ പാരാമീറ്റേഴ്സ് നിർബന്ധമായിട്ടും വേരിയബിൾസ് ആയിരിക്കണം. സം X, Y ഈസ് പോസിബിൾ. ഇത് പോസിബിൾ ആണ്. എന്നാൽ ആദ്യത്തെ ഈ സം ഓഫ് 3,4 എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ആക്ച്വൽ പാരാമീറ്റേഴ്സ് വേരിയബിൾസ് ആയിരിക്കണം. ഇത് ഓക്കെ. ഇനി മൂന്നാമത്തെ കേസ് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ഡിഫറൻസ് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു തന്നെ, ചേഞ്ചസ് മെയ്ഡ് ടു ഫോർമൽ ആർഗ്യുമെൻറ്റ് വിൽ നോട്ട് എഫക്റ്റ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് ഫോർമൽ ആർഗ്യുമെൻറ്റിന് വരുത്തുന്ന ഒരു ചേഞ്ചും ആക്ച്വൽ ആർഗ്യുമെൻറ്റിനെ എഫക്റ്റ് ചെയ്യില്ല. എന്നാൽ ചേഞ്ചസ് മെയ്ഡ് ടു ഫോർമൽ ആർഗ്യുമെൻറ്റ് വിൽ എഫക്റ്റ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്. കോൾ ബൈ റെഫറൻസിലാണെങ്കിൽ അത് എഫക്റ്റ് ചെയ്യും. പിന്നെ സെപ്പറേറ്റ് മെമ്മറി ഉപയോഗിക്കും ഫോർമൽ ആർഗ്യുമെൻറ്റും ആക്ച്വൽ ആർഗ്യുമെൻറ്റും. എന്നാൽ കോൾ ബൈ റെഫറൻസിൽ രണ്ടും ഒരേ മെമ്മറിയാണ് യൂസ് ചെയ്യുക. ഏറ്റവും എഫിഷ്യൻറ്റ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ടത് കോൾ ബൈ റെഫറൻസ് ആണ്. പക്ഷേ അതിന് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ഉണ്ട്. ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ ഒരു പക്ഷേ ഫംഗ്ഷനിൽ മാറ്റം വരുത്തപ്പെട്ടേക്കാം. അങ്ങനെ മാറ്റം വരുത്തപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പ്രത്യേകം ഒന്ന് കെയർഫുള്ളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല മെത്തേഡ് എപ്പോഴും കോൾ ബൈ റെഫറൻസ് ആണ്. ദെൻ കമ്മിങ് ബാക്ക് ടു ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 16th ക്വസ്റ്റ്യൻ. Consider the following C++ code.
ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ് int a is equal to 10, int main, then int b is equal to 20. വേറെ ഒന്നുമില്ല, ഒരു പ്രോഗ്രാമിൽ വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. ഇതിന് ശേഷം ഈ പറയുന്ന int b 20ക്ക് ശേഷം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് കരുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഭാഗം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ചോദ്യം എന്താണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈ ദ ലോക്കൽ ആൻഡ് ഗ്ലോബൽ വേരിയബിൾ. ഈ ചോദ്യത്തിൽ ഉള്ള ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പോൾ എന്താണെന്ന് നമുക്കൊന്ന് ആദ്യം പരിചയപ്പെടാം. ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്ത് ഡിഫൈൻ ചെയ്യുന്ന വേരിയബിളാണ് ഗ്ലോബൽ വേരിയബിൾ. ഇപ്പോൾ ഇവിടെ മെയിൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മെയിൻ എന്ന് പറയുന്നതും കൂടി ഒരു ഫംഗ്ഷനാണ് C++നകത്ത്. ഒരു C++ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ തന്നെ കുറേ ഫംഗ്ഷൻസിൻ്റെ കളക്ഷൻസ് ആണ്. അപ്പോൾ ആ ഫംഗ്ഷനും പുറത്ത് ഡിഫൈൻ ചെയ്ത എ എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. ഞാനിവിടെ മാർക്ക് ചെയ്യാം. എ എന്ന് പറയുന്ന ഈ വേരിയബിൾ അതൊരു ഗ്ലോബൽ വേരിയബിളാണ്. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിളിനെ നമ്മൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയും. രണ്ട് വേരിയബിളും മനസ്സിലാക്കാൻ ഏറ്റവും നല്ലൊരു ചോദ്യം തന്നെ എനിക്ക് മുമ്പ് കിട്ടിയതുകൊണ്ട് അത് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാതെ ഈ സമയത്ത് പറയാൻ കാരണം അതാണ്. ഇത് ഒരു ഗ്ലോബൽ വേരിയബിൾ ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ഔട്ട്സൈഡ് ഓൾ ഫങ്ഷൻസ്. എല്ലാ ഫംഗ്ഷൻ്റെയും പുറത്ത് ഡിഫൈൻ ചെയ്ത ഒരു വേരിയബിളാണ്. ഇത് ഇവിടെ ബി എന്ന് പറയുന്നത് ഒരു ലോക്കൽ വേരിയബിളാണ്. ബി ഈസ് ലോക്കൽ വേരിയബിൾ. ബി ഒരു ലോക്കൽ വേരിയബിളാണ്. എ ഒരു ഗ്ലോബൽ വേരിയബിളാണ്. ഓക്കെ, എ ഈസ് ഗ്ലോബൽ വേരിയബിൾ. ഇതാണ് അടുത്ത ചോദ്യത്തിൻ്റെ ആൻസർ. ഐഡൻറ്റിഫൈ ലോക്കൽ ആൻഡ് ഗ്ലോബൽ വേരിയബിൾ. രണ്ടാമത്തെ ചോദ്യം എന്താ? കമ്പയർ ലോക്കൽ ആൻഡ് ഗ്ലോബൽ വേരിയബിൾ ഇൻ ടേംസ് ഓഫ് സ്കോപ്പ് ആൻഡ് ലൈഫ്. എന്താണ് വ്യത്യാസം നോക്കാം. എന്തൊക്കെ വ്യത്യാസം നോക്കാം. ഒന്ന്, ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയുന്നത് എല്ലാ ഫംഗ്ഷനിലും അവൈലബിൾ ആവും. ഗ്ലോബൽ വേരിയബിൾ വിൽ ബി അവൈലബിൾ ഇൻ ഓൾ ഫങ്ഷൻസ് ഇൻ ദ പ്രോഗ്രാം. ഈ പ്രോഗ്രാമിൽ എന്തെല്ലാം ഫങ്ഷൻസ് ഉണ്ടോ അതിലൊക്കെ നമുക്ക് ഈ ഗ്ലോബൽ വേരിയബിളിനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇറ്റ്സ് മെമ്മറി സ്റ്റാർട്ട്സ്, മെമ്മറി അലോക്കേഷൻ സ്റ്റാർട്ട്സ് വെൻ ദ പ്രോഗ്രാം സ്റ്റാർട്ട്സ്. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെമ്മറി അലോക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് റിലീസസ്, മെമ്മറി എപ്പോഴാണ് റിലീസ് ചെയ്യാൻ നോക്കാം. റിലീസസ് വെൻ ദ പ്രോഗ്രാം സ്റ്റോപ്സ്. എപ്പോഴാണോ ഈ പ്രോഗ്രാം സ്റ്റോപ്പ് ആവുന്നത് അപ്പോഴാണ് അതിൻ്റെ മെമ്മറി റിലീസ് ചെയ്യുക. എന്നാൽ നമുക്ക് രണ്ടാമത്തെ കേസ്, നമ്മുടെ കേസുള്ളത് ലോക്കൽ വേരിയബിൾ ആണല്ലോ. ലോക്കൽ വേരിയബിൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ലോക്കൽ വേരിയബിൾ വിൽ ബി അവൈലബിൾ ഓൺലി വിത്തിൻ ദ ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ അത് അവൈലബിൾ ആവുള്ളൂ. മറ്റേത് എല്ലായിടത്തും അവൈലബിൾ ആവും. ഇത് ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ അവൈലബിൾ ആവുള്ളൂ. ഇനി ഈ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, എവിടെയാണ് അവൈലബിൾ ആവുന്നത് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ മെമ്മറി വരിക. ഇറ്റ്സ് മെമ്മറി അലോക്കേഷൻ സ്റ്റാർട്ട്സ് വെൻ ദ ഫംഗ്ഷൻ ഈസ് എക്സിക്യൂട്ടിങ്. ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അതിന് മെമ്മറി സ്റ്റാർട്ട് ചെയ്യുക. ഫംഗ്ഷൻ ഈസ് എക്സിക്യൂട്ടിങ് ആൻഡ് റിലീസസ്. അതിൻ്റെ മെമ്മറി എപ്പോഴാണ് റിലീസ് ചെയ്യുന്നത് നോക്കാം. എപ്പോഴായിരിക്കും എന്നാലോചിച്ചാൽ മതി. റിലീസസ് വെൻ ദ ഫംഗ്ഷൻ സ്റ്റോപ്സ്. ആ ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അത് അവസാനിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഭംഗിയായിട്ട് പഠിച്ചു വെക്കാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ കൊമേഴ്സിലെ കുട്ടികൾക്ക് ആവശ്യത്തിന് മാർക്ക് വാങ്ങാനുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്.